ഫിഫ ലോകകപ്പ് 2026 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സെമി ഫൈനലിൽ പ്രവേശിച്ചു. ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെ 1-3 ഗോളുകൾക്ക് തകർത്താണ് അർജന്റീന അവസാന നാലിൽ ഇടം നേടിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആവേശം നിറഞ്ഞ പോരാട്ടമാണ് ആരാധകർക്ക് കാണാനായത്. അർജന്റീനയ്ക്കായി അലക്സിസ് മാക് അലിസ്റ്റർ, ജൂനിയർ അൽവാരസ്, ലൗതാരോ മാർട്ടിനസ് എന്നിവർ ഗോളുകൾ നേടി. സ്വിറ്റ്സർലൻഡിലെ ഏക ഗോൾ ഡാൻ എൻഡോയുടെ ബൂട്ടിൽ നിന്നായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്വിറ്റ്സർലൻഡ് ആക്രമണ ഫുട്ബോളുമായി കളത്തിലിറങ്ങി. അർജന്റീനയുടെ പ്രതിരോധത്തെ പരീക്ഷിച്ചെങ്കിലും ഗോൾ കണ്ടെത്താൻ സ്വിറ്റ്സർലൻഡ് ടീമിന് കഴിഞ്ഞില്ല. മറുവശത്ത് കൗണ്ടർ അറ്റാക്കുകളിലൂടെ അവസരങ്ങൾ സൃഷ്ടിക്കാനായിരുന്നു അർജന്റീനയുടെ ശ്രമം. 10-ാം മിനിറ്റിൽ ലഭിച്ച കോർണറാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയത്. നായകൻ ലയണൽ മെസ്സി എടുത്ത കോർണർ കിക്ക് മനോഹരമായ ഹെഡറിലൂടെ അലക്സിസ് മാക് അലിസ്റ്റർ വലക്കെത്തിച്ചു. ഇതോടെ ലോക ചാമ്പ്യന്മാർ മത്സരത്തിൽ ലീഡ് നേടി. ഗോൾ വഴങ്ങിയതോടെ സമനിലയ്ക്കായി സ്വിറ്റ്സർലൻഡ് കൂടുതൽ ആക്രമിച്ചു കളിച്ചെങ്കിലും അർജന്റീനയുടെ പ്രതിരോധം ഉറച്ചു നിന്നു. നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും ഗോൾ നേടാൻ കഴിയാതെ പോയ സ്വിറ്റ്സർലൻഡ് ടീം ആദ്യ പകുതി 1-0 പിന്നിലായി അവസാനിപ്പിക്കേണ്ടി വന്നു. രണ്ടാം പകുതിയിലും ആവേശം തുടർന്നു. ലീഡ് വർദ്ധിപ്പിക്കാൻ അർജന്റീന തിരിച്ചുവരവിനായി സ്വിറ്റ്സർലൻഡും ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ഒടുവിൽ അർജന്റീനയുടെ ആക്രമണ നിര വീണ്ടും മികവ് തെളിയിക്കുകയും മത്സരത്തിൽ നിർണായക മുന്നേറ്റം നടത്തുകയും ചെയ്തു. ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ 7-ാം തവണയാണ് അർജന്റീന സെമി ഫൈനലിൽ എത്തുന്നത്. 2022 ലോകകപ്പിലും സെമിയിലെത്തിയ അർജന്റീന ക്രൊയേഷ്യയെ മറികടന്ന് ഫൈനലിലെത്തി. പിന്നീട് ഫ്രാൻസിനെ തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ കിരീട പ്രതീക്ഷകൾക്ക് കൂടുതൽ കരുത്തേകുന്ന വിജയമാണ് സ്വിറ്റ്സർലൻഡിനെതിരായ ഈ പോരാട്ടം. ഇനി സെമി ഫൈനലിൽ ലോകകപ്പ് കിരീടം നിലനിർത്താനുള്ള ലക്ഷ്യവുമായി അർജന്റീന കളത്തിലിറങ്ങും.